നമസ്കാരം. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുനമ്പം ബിജെപിയുടെ ചവിട്ടുപടിയാകുമോ? വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിന് NDA സംഘടിപ്പിക്കുന്ന അനുമോദന സമ്മേളനം താങ്ക് യു മോദിക്ക് അരങ്ങൊരുങ്ങുകയാണ് മുനമ്പത്ത് ഈ ആഴ്ച. മുനമ്പത്തെ ഇരകൾക്കൊപ്പം നിലകൊണ്ടത് BJP മാത്രമാണെന്നും കോൺഗ്രസും ഇടതുപക്ഷവും ജനങ്ങളോട് മാപ്പു പറയണമെന്നും ആവർത്തിച്ച് പറയുന്ന BJP നേതാക്കന്മാരെ മാലയിട്ട് സ്വീകരിക്കുകയാണ് മുനമ്പം ജനത. പക്ഷം പിടിക്കുന്നില്ല എന്ന് പറയുന്ന കത്തോലിക്ക സഭ രാഷ്ട്രീയ ചുവടുവെപ്പ് പക്ഷേ സൂചനകൾ വ്യക്തമാക്കിയും കഴിഞ്ഞിരിക്കുന്നു. ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ ചേരിതിരിപ്പിച്ച് BJP മുന്നോട്ട് വെച്ച ചുവടായി മുനമ്പത്തെ ഇടതിനും കോൺഗ്രസിനും ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകൾ കാണാൻ പോകുന്നത് പരമ്പരാഗത സഖ്യങ്ങളുടെ പിന്തുണകളുടെ നിലം പതിക്കലാണോ? മുനമ്പം വഴി കൊടികുത്തുമോ? കൂടുതൽ വോട്ട് നേടുമോ BJP? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് നാലംഗ പാനലിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, BJP നേതാവ് ജിജി ജോസഫ്, CPM സഹയാത്രികൻ റെജി ലൂക്കാസ്, ഒപ്പം കത്തോലിക്ക സഭയുടെ പ്രതിനിധി ശ്രീ ജോസഫ് ജൂഡ് എന്നിവർ. ആദ്യം BJP നേതാവ് ജിജി ജോസഫ്, വഖഫ് ബില്ല് പാസ്സായിരിക്കുന്നു, ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു കോൺഗ്രസും ഇടതുപക്ഷവും. സർക്കാർ മുനമ്പത്ത് കൃത്യമായ പരിഹാരം ഉണ്ടാക്കും, അതിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്ന് കോടതിയിൽ പോലും ആവർത്തിക്കുന്ന സമയമാണ്. മുനമ്പം BJPക്ക് രാഷ്ട്രീയപരമായി ഗുണകരമാകുമെന്നുള്ളൊരു വിലയിരുത്തലുകൾ വരുമ്പോൾ ഈ വഖഫ് ബില്ല് മുൻകാല പ്രാബല്യമില്ല എന്നൊരു തരത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് തിരിച്ചടിക്കും ഒരുപക്ഷെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എന്ന് BJP കരുതുന്നുണ്ടോ? രാഷ്ട്രീയപരമായി അല്ല മുനമ്പത്തെ കാണുന്നത് എന്ന് BJP ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വരുന്ന ഒരു രാഷ്ട്രീയ പിന്തുണയുണ്ടല്ലോ, അത് എത്രത്തോളം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു പാർട്ടി? അല്ല, ഞങ്ങളിതിൻ്റെ അകത്ത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറയുന്നുണ്ട് ഇത് മുൻകാല പ്രാബല്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇനി അവരെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. കാരണം മുനമ്പത്തെ ജനങ്ങൾക്ക് അറിയാം എന്താണ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആക്ട്, എന്താണ് നിലവിൽ വരാൻ പോകുന്നത്. അത് അവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഇവർക്കിനി ജന്മത്ത് മനസ്സിലാവില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞങ്ങൾക്കിതിനകത്തൊരു രാഷ്ട്രീയ നേട്ടമൊന്നുമില്ല. രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഇത് ഷോർട്ട് ടൈമായിട്ട് കാണാതെ അടുത്ത വോട്ട് കിട്ടുമോ എന്നുള്ള ഷോർട്ട് ടൈമായിട്ട് കാണാതെ ഇതിനെ കുറച്ച് മുൻകൂട്ടി കാണുകയാണ്. കുറേ കാലത്തേക്ക് ഇതെങ്ങനെയായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കാലങ്ങളായിട്ട് ഇവർ പറയുന്നതാണ് BJP നിങ്ങൾക്ക് പറയുകയുള്ളൂ, നിങ്ങളെ പറ്റിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ പറ്റി ഇടതുപക്ഷവും കോൺഗ്രസും അവർക്ക് അനുകൂലമല്ല എന്ന് തിരിച്ചറിയാൻ പറ്റി. ആ തിരിച്ചറിവ് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു, അനുഭവം കൊണ്ട് സാധിക്കുന്നു. സാക്ഷ്യം പറയുന്നത് അവരാണ്, ഞങ്ങളല്ല. അവർ സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യം പറയലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേട്ടം. ആ സാക്ഷ്യം പറയുന്നത് എന്തിനെതിരെയാണ്? അതായത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. വോട്ട് മാത്രമേ നോട്ടമുള്ളൂ. അതുകൊണ്ട് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ജനവിഭാഗത്തെ തിരിച്ചറിയാനോ അവർക്ക് വേണ്ടി കൂടെ നിൽക്കാനോ ഇവർ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതല്ലേ അവിടുത്തെ ആളുകൾ ജയിപ്പിച്ചു വിട്ട MP ഹൈബി ഈഡൻ പോലും ലോക്സഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നുകൂടി പറഞ്ഞിട്ട്, പക്ഷേ ഈ ബില്ലിന് ഞാൻ എതിർക്കുന്നു എന്നിട്ട് പറയുന്നത് ഈ ബില്ലിന് ഒരു രീതിയിലും മുനമ്പംകാരെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് രാഷ്ട്രീയപരമായൊരു വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയപരമായ വോട്ട് നേടുക എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ ഉത്തരവാദിത്തം നിങ്ങൾ കാണിച്ചില്ല, ഞങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാതെ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു. ഇതിനു മുമ്പ് പൗരത്വ നിയമം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ആ നിയമം പ്രാബല്യത്തിൽ വന്നാൽ മുഴുവൻ മുസ്ലിങ്ങളും ഈ നാട് വിട്ട് പോകേണ്ടി വരും. എന്നിട്ട് എന്തായി? ആയില്ലല്ലോ. അതെന്താ കാരണം? അന്ന് എന്താ പറഞ്ഞത്? പിൻവലിച്ചോ? ഇല്ല. അത് കിടക്കട്ടെ. എത്ര പേരെ ആട്ടി ഓടിച്ചു?
എത്ര പേര് ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾ എത്ര പേര് ജിജി ജോസഫ് ഒറ്റ കാര്യം, വഖഫ് ബില്ല് ഇതിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമോ ഇല്ല എന്നുള്ളൊരു തർക്കത്തിന് അപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് ഇല്ല ഈ വിഷയത്തിനകത്ത് എന്ന് താങ്കൾ പറഞ്ഞു. എൻഡിഎയാണ് ബുധനാഴ്ച മുനമ്പത്ത് അനുമോദന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഒറ്റയടിക്ക് 50 പേർ പാർട്ടിയിൽ ചേർന്നതിന്റെ പിറകിലൊന്നും ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സും ഒന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾ വാദിച്ചാൽ പോലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് NDA സംഘടിപ്പിക്കുന്ന സമ്മേളനം അതും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പറയുന്നില്ല എന്നുകൂടിയാണ്. ഇത് ആരുടെ ആവശ്യമാണ്? ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ്? ഞങ്ങൾ പറഞ്ഞാണോ? മുൻപത്ത് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ആ ഡാനിയോടൊന്ന് ചോദിക്കുക, അവർ പറഞ്ഞതാണോന്ന്. അവരാണോ പറഞ്ഞത്, ഞങ്ങളാണോ നിർബന്ധിച്ചതെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക്. കിരൺ റിജിജു ഇവിടെ വരണമെന്നും മൈക്കിൽ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നും മുനമ്പക്കാർ പറഞ്ഞത് മൈക്കിലൂടെ കേട്ടതല്ലേ? ഇത് ഞങ്ങൾ കയറി അവരെ നിർബന്ധിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ വോട്ട് വാങ്ങാൻ വന്നതല്ല. പക്ഷേ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്, ജനങ്ങളെ പറ്റിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. അത് തിരിച്ചറിയാൻ അവസാന നിമിഷം വരെ പലർക്കും അവിടെ സാധിച്ചില്ല എന്നുള്ളതാണ്. അവസാന നിമിഷമായപ്പോഴാണ് അറിയുന്നത് ഇവരെന്ത് വന്നാലും കൂടെ നിൽക്കില്ല, എങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കില്ല. എന്നാൽ മുനമ്പത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്ന് പറയുന്ന രീതിയിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നവർ ഈ ബില്ലേ വേണ്ട എന്ന് പറയുന്നു. അതെ, അവരാണ് അത് പറഞ്ഞത്. ആ പറഞ്ഞതിലേക്ക് എങ്ങനെ എത്തിച്ചു? ഒരു താൽക്കാലിക ലാഭമുണ്ടാക്കി BJP എന്ന് ഇടതും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നതും തള്ളിക്കളയാം. പക്ഷേ നിങ്ങൾ തന്നെ പറയുന്നു ഇതിൽ കേരളത്തിൽ BJP ഭരണമല്ല, അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ എപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ല, ഉറപ്പില്ല, അതുകൊണ്ട് സമരം മുന്നോട്ട് പോകേണ്ടി വരും. സമരം നേരത്തെയുമുണ്ട്, സമരം ഇനിയും പോകേണ്ടി വരും എന്ന് പറയുന്നിടത്ത് ഈ വഖഫ് ബില്ല് ഈ ഉദ്ദേശിക്കുന്ന ഫലം കാണുന്നില്ല എന്നാണോ, അതോ പരിഹാരം ഉണ്ടാകില്ല എന്നാണോ? അത്ര ഉറപ്പുണ്ടോ ഇത് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ടും പരിഹരിക്കും എന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടോ? കേന്ദ്ര സർക്കാർ ഇന്നലെ പ്രസിഡന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു. ആ ഗസറ്റ് പബ്ലിക്കേഷൻ സൈൻ ചെയ്തു. ഇനി ഗസറ്റ് പബ്ലിക്കേഷൻ വരും. ഈ നിയമം പ്രാബല്യത്തിൽ വരും. നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇത് ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരാണിത് ചടുലമാക്കേണ്ടത് എന്ന് വെച്ച് കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. അത് നടക്കില്ല. ഇന്ത്യ മഹാരാജ്യമാണ്, ഇത് പ്രത്യേക രാജ്യമൊന്നുമില്ല. അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശരി, എനിക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ, അതായത് അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. അതിലൊരു വ്യത്യാസമുണ്ടല്ലോ. വഖഫ് ബില്ല് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കിരൺ റിജിജു അവിടെ വരണം, അതുകൊണ്ട് ഞങ്ങൾ താങ്ക് യു മോദി എന്ന് പറയുന്നു എന്നാണ് മുനമ്പം ജനതയിൽ ബഹുഭൂരിപക്ഷം പറയുന്നത്, BJP പറയുന്നത്. അതായത് പ്രശ്നം പരിഹരിച്ചതുകൊണ്ട്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ കൂടെ സമരം ചെയ്യുമെന്ന് പറയുന്നിടത്ത് ഇത് പരിഹരിക്കപ്പെട്ടോ, പരിപൂർണമായി പരിഹരിക്കപ്പെട്ടു എന്ന് BJP കരുതുന്നില്ല എന്നാണോ? BJP പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. ഇനി ഇവർക്ക് വേണമെങ്കിൽ കാലതാമസം വേണമെങ്കിൽ വരുത്താം. അത് നമുക്ക് ഏത് വില്ലേജ് ഓഫീസിലും വരുത്താലോ കാലതാമസം. അങ്ങനെ കാലതാമസം വരുത്താൻ ശ്രമിക്കുമ്പോഴുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഇത് ഇന്ത്യയിലുണ്ടായ ഒരു നിയമമാണ്. ആ നിയമത്തിന് ഇനി എന്ത് വന്നാലും അത് നടപ്പിലാക്കാതെ, ഇല്ലെങ്കിൽ കോടതി സമീപിക്കാമല്ലോ, അങ്ങനെ നടപ്പിലാക്കാതിരിക്കാനൊന്നും പറ്റുമെന്നില്ല. അത് സാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്കതിൽ നല്ല ഉറപ്പുണ്ട്. ഇത് അവർക്ക് ഈ വിധി അമെൻമെൻറ്റ് സെക്ഷൻ 2A അത് മുനമ്പം ജനതയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സെക്ഷനാണ്. അതുകൊണ്ട് ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ അവർക്കത് ഗുണകരമാകും, ഒരു തർക്കവും വേണ്ട. ഓക്കെ, ഞാൻ തിരികെ എത്താം. സെക്ഷൻ 2A എന്ന ക്ലോസ് മുന്നിൽ നിർത്തി പ്രശ്നം പരിപൂർണമായി പരിഹരിക്കപ്പെട്ടെന്ന് BJP പറയുമ്പോൾ ശ്രീ ജോസഫ് ജൂഡ് അങ്ങനെ പരിപൂർണമായിട്ടും വിചാരിക്കുന്നുണ്ടോ? മുനമ്പം സമരം ഇത് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന് പ്രശ്നപരിഹാരം ശാശ്വതമായിട്ടുണ്ടാകുന്നവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഈ ബില്ലോടുകൂടി ഈ പ്രശ്ന പരിഹാരം ഉണ്ടായെങ്കിൽ, അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ സമരം അവസാനിപ്പിക്കാമല്ലോ. എങ്ങനെയാണ് സമരസമിതിയും കത്തോലിക്ക സഭയും കാണുന്നത്? ഈ വഖഫ് ദീപത്തിലെ ഈ പുതിയ കൂട്ടിച്ചേർക്കൽ, ഭേദഗതി അല്ല, വാസ്തവത്തിൽ അതൊരു കൂട്ടിച്ചേർക്കലാണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ആപ്ലിക്കബിലിറ്റി ഓഫ് ദ ആക്ട് എന്ന് പറയുന്ന സെക്ഷനിൽ രണ്ടാം ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അത് വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം
മുൻപ് നിവാസികളുടെ ആവശ്യത്തിന് പുറത്തല്ല, ദാവൂദി ബോറ എന്ന് പറയുന്ന ഒരു മുസ്ലിം സെക്ട്, മുസ്ലിം വിഭാഗത്തിൻ്റെ ആവശ്യമാണ്. അത് ആവശ്യം ഉയർത്തിയത് JPCയുടെ മുൻപിലാണ്, സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുൻപിൽ. അവർ ഒരു നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം ഗവൺമെൻറ് ബില്ലിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ 2A എന്ന് പറയുന്ന സെക്ഷൻ കൂട്ടിച്ചേർത്തു. ആ സെക്ഷൻ കൂട്ടിച്ചേർക്കുക വഴി മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള വഴി തുറന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത് ഒരു മുസ്ലിം രാജ്യത്തെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ട്രസ്റ്റിനോ അല്ലെങ്കിൽ പബ്ലിക് ചാരിറ്റീസ്, നമ്മൾ പറയുന്ന സൊസൈറ്റീസ്, അതിനെ ഈ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. അതാണ് സെക്ഷൻ 2A എന്ന് പറയുന്നത്. അതിൽ വാസ്തവത്തിൽ ഏത് നിയമ കോടതിയുടെയും ഉത്തരവോ ഡിക്രിയോ ഓർഡറോ ബാധകമല്ല എന്നും ആ സെക്ഷൻ 2A പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വഖഫ് ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ഈ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതുവഴി ഈ ഫറൂഖ് കോളേജിൽ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സ്വത്തുവകകളും വഖഫിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാണ് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ അത് പ്രാക്ടിക്കലി ഇത് മുനമ്പം നിവാസികൾക്ക് അതിൻ്റെ ആനുകൂല്യം, ഈ സെക്ഷൻ 2A ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളിലൂടെ നമുക്ക് പോവേണ്ടി വരും. അതിന് ഉണ്ടാകുന്നൊരു കാലതാമസവും നമുക്ക് പരിഗണിക്കണം. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി BJP ഒരു ചുവട് മുന്നോട്ട് വച്ചു. ആ ചുവട് പ്രശ്ന പരിഹാരത്തിന് സാധ്യത നൽകുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയോ ക്രൈസ്തവ സഭയോ അവരുടെ രാഷ്ട്രീയ നയത്തിൽ മാറ്റങ്ങളുണ്ടാകും. അത് ലോങ് ടേമിൽ BJPക്ക് ഗുണകരമാവും എന്ന് കരുതാൻ യാതൊരു കാരണവുമില്ല. എപ്പോഴും അങ്ങനെയാണ്. ഒരു പൊളിറ്റിക്സിൽ ഒരു നീക്കം നടത്തുമ്പോഴേക്കും അതിനോട് യോജിക്കുന്ന കുറേ പേരുണ്ടാവാം, വിയോജിക്കുന്ന കുറേ പേരുണ്ടാവും. പക്ഷേ ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല ഈ ചുവടുവയ്പ്പിലൂടെ അത് BJPയുടെ അടിത്തറ കേരളത്തിൽ വ്യാപകമാക്കാൻ സഹായിക്കും എന്നത് വളരെ എന്ന വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ പക്ഷേ ശ്രീ ജോസഫ് ജൂഡ്, ആ നിലപാട് കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളിതൊരു രാഷ്ട്രീയ നിലപാടല്ല എടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ സമരസമിതിയിൽ BJPയിലേക്ക് ചേർന്നത് ഒറ്റയടിക്കാണ് 50 പേർ ചേർന്ന കാഴ്ച കണ്ടത്. ഇനി ഈ ബുധനാഴ്ച നടക്കുന്ന വലിയ സമ്മേളനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വരുമ്പോൾ ഒരുപക്ഷെ ഇതിനപ്പുറമാകാം ആ ഒരു കാഴ്ച. സഭ ഒന്ന് പറയുകയും അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടില്ലേ? അല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം മുനമ്പത്തെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ കത്തോലിക്ക സഭയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള, അവിടെ കത്തോലിക്കരുണ്ട്, മറ്റ് ജാതിയിൽപ്പെട്ട മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഒരു കോസിന് വേണ്ടി അവർ സമരം ചെയ്തു. അവരുടെ മേൽ പൂർണ്ണമായ നിയന്ത്രണമോ അതൊന്നും കത്തോലിക്ക സഭയ്ക്കില്ല. അവരുടേതായ രാഷ്ട്രീയ നിലപാട്, അവരുടെ അനുഭവത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കത്തോലിക്ക സഭയുടെ മുഴുവൻ നിലപാടായിട്ട് കരുതാൻ പറ്റില്ല. ആ പ്രാദേശിക സാഹചര്യത്തിൽ, ആ പ്രാദേശികമായ സമ്മർദ്ദത്തിന് പുറത്ത്, പ്രാദേശികമായ ഒരു നേട്ടത്തിൻ്റെ പുറകിൽ അവിടുത്തെ ആളുകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് പക്ഷം ചേരുന്നു എന്നുള്ളത് കൊണ്ട് അത് മുഴുവൻ കത്തോലിക്ക സഭയുടെ നയവ്യതിയാനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതായത് ഒറ്റ കാര്യം കൂടെ അതൊന്ന് ക്ലിയർ ആക്കാനാണ്. ഇന്നലെ മാർ ജോസഫ് പാംപ്ലാനി പറയുന്നത് ഈ അവകാശ പോരാട്ടങ്ങൾ അവഗണിക്കുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ വേണമെന്ന് തോന്നുന്നത്. സഭ രാഷ്ട്രീയത്തിൽ നിന്ന് അകലെ നിൽക്കുകയാണെന്നല്ല, അടുത്തേക്ക് വരികയാണെന്നുള്ളൊരു സൂചന കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട വൈദികർ തന്നെ നൽകിയൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണല്ലോ മുനമ്പം ചോദ്യമാകുന്നത്. രണ്ടഭിപ്രായമുണ്ടോ സഭയ്ക്കകത്ത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് തലശ്ശേരിയിൽ നടന്ന സമരത്തിൽ വാസ്തവത്തിൽ പാംപ്ലാനി പിതാവ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പശ്ചാത്തലം വേറെ പല കാര്യങ്ങളുമുണ്ട്. മുനമ്പം വിഷയം മാത്രമല്ല. കാരണം പ്രത്യേകിച്ച് JV കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ അത് പരസ്യമാക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം 284 ശുപാർശകൾ JV കോശി കമ്മീഷൻ ഗവൺമെൻറ് സമർപ്പിച്ചു. അതിൽ 284 ശുപാർശകൾ 34 ഡിപ്പാർട്ട്മെൻറ്റിന് അഭിപ്രായം നൽകി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതുവരെ അത് മന്ത്രിമാർ പലപ്പോഴും നിയമസഭയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹ്മാൻ, അതിന് ചുമതലയുള്ള മന്ത്രി പറഞ്ഞു 174 ശുപാർശകൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് ശ്രീ T സിദ്ദിഖ് ചോദ്യം ചോദിച്ചപ്പോൾ 174 114 ശുപാർശകളായി.
അപ്പോഴേക്കും സ്പീക്കർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു 174 അല്ലേ. അപ്പോൾ ഈ വിധത്തിൽ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലാണ് മന്ത്രിമാർ പെരുമാറുന്നത്. JB കോശി കമ്മീഷൻ ഇതുവരെ പുറത്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുപോലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുപോലെ നിരവധി പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തലശ്ശേരിയിൽ നടന്ന ആ സമ്മേളനത്തിൽ അത്തരത്തിലൊരു പ്രതികരണം വന്യമൃഗ ശല്യത്തിന്റെ വിഷയമാണെങ്കിലും മുനമ്പത്തിന്റെ വിഷയമാണെങ്കിലും ഒക്കെ എല്ലാ വിഷയത്തിനും സർക്കാർ നിങ്ങൾ പ്രതികൂട്ടിൽ നിർത്തുകയാണ്. കോൺഗ്രസിനെതിരെയും നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് BJP മാത്രമാണ് കേരളത്തിൽ. പക്ഷേ അത് സമ്മതിക്കാൻ സഭയ്ക്ക് കഴിയുന്നില്ല, അത് സഭ സമ്മതിക്കുന്നില്ല. പകരം ചില സൂചനകൾ നൽകുകയാണ്. ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരോടൊപ്പം ആയിരിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഒപ്പം നിൽക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ആ ഒരു ആശയക്കുഴപ്പം എന്തിനാണ്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സിൽ നമ്മൾ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷത്തോട് നമ്മളിത് ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു പ്രതികരണം നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിന് പ്രതികരണം നടത്തണം. പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട് പ്രതികരണം നടത്താൻ. BJP കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടാണ്. ആ രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഈ കാര്യങ്ങൾ അത്രയും ആവശ്യപ്പെട്ടിരുന്നത്. ഞാൻ തിരികെ അതുകൊണ്ട് ആ രീതിയിലാണ്. അപ്പൊ BJP വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയത്തിൽ മാത്രമാണ് BJP പിക്ചറിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തോടും കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസിനോടുമാണ്. ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് ശ്രീ റോണി കെ ബേബി, ഇടതുപക്ഷത്തോട് ആവശ്യപ്പെട്ടു, നടന്നില്ല. പ്രതിപക്ഷത്തോടും പറയുന്നു, പ്രതിപക്ഷം കണ്ണുനീര് പോലും കണ്ടില്ല. ഈ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് മുനമ്പത്ത് ഇത്തരം ഡെവലപ്മെന്റ്സ് നടക്കുന്നത്, ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു മോദി ബുധനാഴ്ച അവിടെ നടക്കുമ്പോൾ അതേത് തരത്തിലാണ് ഒരു പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ വന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു വാം വെൽക്കം BJPയിലേക്ക്, കൂടുതൽ മെമ്പർഷിപ്പ് വിതരണമൊക്കെ അവിടെ നടന്നു കണ്ടേക്കാം. മുനമ്പത്ത് പ്രതിഫലിക്കുന്നത് ഇങ്ങ് പൂന്തുറ വരെ എത്തുകയും ചെയ്യും. പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലിനടിയിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ വിഷയങ്ങളിൽ ഒരുപക്ഷെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇടപെട്ടില്ല എന്നുള്ള വിഷയത്തിൽ തന്നെയാണ്. എങ്ങനെ കാണുന്നു കോൺഗ്രസ്? ആ സഖ്യം പൊളിയുമോ, അതോ ആ വിശ്വസ്തത ഈ തെരഞ്ഞെടുപ്പുകളിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു? ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ BJP മുനമ്പത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സമർത്ഥമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചതി അധികം വൈകാതെ തന്നെ കേരളത്തിലെ ജനങ്ങള്, മുൻപത്തെ ജനങ്ങള് തിരിച്ചറിയും. ഞാൻ വളരെ കൃത്യമായി പറയാം. ഈ വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല. ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു അദ്ദേഹം 3 പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു, രണ്ടാമത് രാജ്യസഭയിൽ അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിച്ചത് പറഞ്ഞു, മൂന്നാമത് അദ്ദേഹം നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് മുനമ്പം വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാനിവിടെ ആവർത്തിക്കാം. അദ്ദേഹം പറഞ്ഞത്, ഹൗ ക്യാൻ വി എലിമിനേറ്റ് ഓൺഗോയിങ് കോർട്ട് കോൺഫ്ലിക്ട്സ് ബൈ ലെജിസ്ലേഷൻ? വി കനോട്ട് റിസർവ് ദ കോർട്ട്സ് പവർ. എങ്ങനെയാണ് കോടതികളിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ ഒരു നിയമനിർമ്മാണം വഴി നമുക്ക് പരിഹരിക്കാൻ കഴിയുക? കോടതികളുടെ അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുനമ്പത്തിനുള്ള പരിഹാര മാർഗവും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാ ഇവിടെ BJP നേതാക്കൾ പറയുന്ന പോലെയല്ല. അദ്ദേഹം പറഞ്ഞത്, മുനമ്പത്ത് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് കോടതികളിലേക്ക് പോകാം. ഹൈക്കോടതി, സുപ്രീം കോടതി വരെ കോടതിയിലേക്ക് പോകാം. നമുക്കറിയാം, ഒരു സിവിൽ കേസിൽ ഇന്ത്യയിലെ കോടതികള് നീതി നടപ്പാക്കാനായിട്ട് എത്ര വർഷം എടുക്കും, എത്ര പതിറ്റാണ്ട് എടുക്കും, എത്ര തലമുറകൾ എടുക്കുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നേരത്തെ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം എടുത്താൽ അതിനെതിരെ നമുക്ക് ഈ റിട്ട് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 പ്രകാരം റിട്ട് അധികാരമുണ്ട്. റിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹർജിയുമായി ചെന്നാൽ സമയബന്ധിതമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് തീരുമാനം ഉണ്ടാകും. പക്ഷെ നമ്മൾ അപ്പീൽ അധികാരവുമായി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഹൈക്കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ മുനമ്പം നിവാസികൾ
ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ 2-3 പേർ അടങ്ങുന്ന ഒരു കടലാസ സംഘടനയാണ് വഖഫ് സംരക്ഷണ സമിതി. റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ മാത്രം നിൽക്കുന്ന, അല്ലാതെ മറ്റൊരു താല്പര്യം അവർക്കില്ല. അവരിപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നു. സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി കഴിഞ്ഞാൽ എത്ര വർഷം ആ കേസ് അവിടെ കിടക്കാൻ പോകും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രസ്താവന എന്താ? ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്, ഞങ്ങൾ ശക്തമായി പ്രക്ഷോഭം നടത്താൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നാൽ ഇവിടുത്തെ വിഷയം മൊത്തം പരിഹരിക്കാൻ പോകും, അല്ലെ പരിഹരിക്കും എന്ന് ഇവർ പറയുന്നതിന്റെ വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കത്തോലിക്ക സഭയുടെ വക്താവ്, ഞാൻ ഇദ്ദേഹത്തെ തിരിക്കാൻ വേണ്ടി അല്ല ഞാനിത് പറയുന്നത്, പക്ഷെ അവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുക. ഇവിടെ സെക്ഷൻ 2 അല്ലെ 2A വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന്. ഇവിടെ 3 തലത്തിലാണ് വഖഫ്. ഒന്ന്, വഖഫ് വഴി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു, അതൊന്ന്. 2, വഖഫ് ബൈ യൂസ്. 3, വഖഫ് ടു ബി ബിലീഫ്. ഈ സെക്ഷൻ 40 എടുത്തു കളഞ്ഞത് കൊണ്ട് വഖഫ് ടു ബി ബിലീഫ് എന്ന് പറയുന്നതിനകത്ത് മാത്രമേ മാറ്റം വരാൻ പോകുന്നുള്ളൂ. വളരെ കൃത്യമായി കിരൺ റിജു പറഞ്ഞിട്ടുണ്ട്, ഈ നിയമം വരുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ കേസുകളിലും ഈ നിയമം ആപ്ലിക്കബിൾ അല്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൊ ഇപ്പോൾ 2019 ഈ മുനമ്പം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേരള വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് മറ്റു മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ വഖഫ് നിയമം അല്ല ശ്രീ റോണി കെ ബേബി, ഇത് കൺവിൻസ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇടതുപക്ഷത്തെക്കാളും ആ ചോദ്യത്തിന് മുന്നിൽ പതറുന്നത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോകൂ, ഹൈക്കോടതിയിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതാ കൂടെ പോകും, ജനങ്ങളുടെ കൂടെ പോകുമെന്നാണ് BJPയുടെ പാനലിസ്റ്റ് പറയുന്നത്. അതാണ് BJPയുടെ നിലപാട്. ജനങ്ങൾക്ക് ഇനിയും സമരം നടത്തേണ്ടി വന്നാൽ പാർട്ടി കൂടെ നിൽക്കും, ആ സമരവുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നിടത്തൊരു വിഷയമുണ്ട്. ഈ സമരം തീരുന്നത് വരെ ഈ പാർട്ടിയാണല്ലോ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നാണല്ലോ ജനങ്ങൾ കരുതുക. ഇത് ആരുടെ പ്രശ്നമാണ്? ഇത് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടവും ഉണ്ടാകുന്നത് നിങ്ങൾക്കാണല്ലോ. ഇത് ആരുടെ കുറ്റമാണ്? ഇതിന്റെ ഏതെങ്കിലും കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്, നല്ല രാഷ്ട്രീയ ബോധവും നല്ല നീതിബോധവും കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുവാനായിട്ടുള്ള കഴിവുള്ളവരാണ്. ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് പറഞ്ഞതെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമം ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാക്കി. അദ്ദേഹം ഈ പറയുന്ന പാർലമെന്റ് ചർച്ചകൾ നോക്കണം. ഏപ്രിൽ 2-ാം തീയതി 4 ദിവസമായിട്ടുള്ളൂ. BJPയുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് പറയാം, നിത്യാനന്ദ റായ്, അദ്ദേഹത്തോട് രാജ്യസഭയിൽ ചോദ്യം ചോദിച്ചു, പൗരത്വ ഭേദഗതി നിയമപ്രകാരം CAA പ്രകാരം നിങ്ങൾ എത്ര പേർക്ക് ഈ പൗരത്വം കൊടുത്തു? അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ കയ്യിൽ ഡേറ്റ ഇല്ല, റെക്കോർഡ്സ് ഇല്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പക്ഷെ 37,000 പേരെ ഡീപോർട്ട് ചെയ്തു. ഈ നിയമപ്രകാരം ഞങ്ങൾ 37,000 പേരെ രാജ്യം കടത്തി, നാട് കടത്തി. പക്ഷെ എത്ര പേർക്ക് പൗരത്വം കൊടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. രണ്ടാമത് കൃത്യമായ ഡേറ്റ്സ് എന്ന് ഞാൻ പറയാം. ജനുവരി മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, മറ്റൊരു ജഡ്ജി ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ അടങ്ങുന്ന ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, നിങ്ങൾ ഈ മുത്തലാഖ് നിരോധന നിയമപ്രകാരം എത്ര പേർക്കെതിരെ കേസെടുത്തു എന്നതിന് മറുപടി പറഞ്ഞ അറ്റോർണി ജനറൽ തുഷാർ മേത്ത പറയണ്ട, ഒരു കണക്കുമില്ല, ഒരു റെക്കോർഡും ഇല്ല. ഇത്രയും പെട്ടെന്ന് റെക്കോർഡ് തരുവാൻ വേണ്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ട് മാസം 3-ആയി. ഇതുവരെ ഒരു കടലാസ് പോലും, ഒരു രേഖ പോലും സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ്, കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കരി നിയമങ്ങളെ എതിർക്കുന്നത്? ഇതിനകത്തൊരു വലിയൊരു പ്രശ്നം, പൗരത്വ ഭേദഗതി ബില്ലായാലും മുത്തലാഖായാലും കേരളത്തിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം ഒക്കെ അനുസരിച്ച് ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ ബാധിക്കുന്നത്, നേരിട്ട് ബാധിക്കുന്ന വിഷയം ഈ വീടും കുടിയും ഒക്കെ പോകുന്ന കാര്യമാണ്. ഒരുപക്ഷെ വഖഫ് ബില്ല് പോലെ, മുനമ്പം പോലെയുള്ള ഒരു വിഷയമായിരുന്നില്ല കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റു കാര്യങ്ങൾ. ദേശീയ വിഷയത്തിൽ നമുക്ക് പറയാം, നമുക്ക് പ്രതിഷേധം നടത്താം, ധർണ കൊണ്ടുവയ്ക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ സ്വന്തം പറമ്പിലേക്ക് കടന്നുകയറ്റം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൂടുതൽ പൊള്ളും. അവിടെയാണ് കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ BJP കഴിഞ്ഞത്. അത് കോൺഗ്രസ് മനസ്സിലാക്കിയില്ല എന്നൊരു വിഷയമില്ലേ? മുൻപത്തെ ജനങ്ങള് വലിയ ശുഭാപ്തി പ്രതീക്ഷയിലാണ്, വലിയ ആവേശത്തിലാണ് അവരുടെ വിഷയം ഉടനെ പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും അവരുടെ വിഷയം പരിഹരിക്കപ്പെടണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ നാളുകളിൽ അവർ തിരിച്ചും BJP ചോദിക്കും, എന്തുകൊണ്ട് ഞങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കരമടക്കുവാനായിട്ട് അനുമതി നൽകുന്നില്ല? ഇന്നലെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് അത് ഒപ്പുവെച്ചു, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തു, നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. അല്ല, ഞാൻ തീർത്തും അശുഭകരമായിട്ട് പറയുന്നതല്ല. ഈ നാളെ എന്ന് പറയുമ്പോഴേക്കും എത്ര തെരഞ്ഞെടുപ്പ് കഴിയും? അപ്പോഴേക്കും എന്താകും സ്ഥിതി? ഇത് ചോദിക്കാൻ കോൺഗ്രസിൽ തന്നെ എത്ര പേര് ബാക്കിയുണ്ടാവും ആ സമയത്ത്? അല്ല, ഇതിനെ മറുപടി പറയേണ്ടത് BJPക്കാ. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ഏപ്രിൽ മാസം 4-ാം തീയതിക്ക് മുൻപ് വരെ നിങ്ങൾക്ക് പറയാമായിരുന്നു, ഈ നിയമം നിലവിൽ വന്നാൽ മുൻപത്തെ വിഷയം മൊത്തം പരിഹരിക്കപ്പെടും. ഇപ്പോൾ ആ ബില്ല് നിയമമായി.
ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പുവെച്ചു, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. ഇനിയും ഇതിന് മറുപടി പറയേണ്ടത് BJP ആണ്. BJP മറുപടി പറയുന്നില്ല എങ്കിൽ വളരെ കൃത്യമായി തന്നെ കേരളം ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. പൗരത്വ ഭേദഗതി നിയമം പോലെയല്ല, മുത്തലാഖ് നിയമം പോലെയല്ല, വഖഫ് നിയമം ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചു, അവിശ്വാസം ഉണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല? കാരണം എന്താ, ഇവർക്ക് അറിയാം പരിഹരിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇനി സംസ്ഥാന സർക്കാരിനെതിരെ ഞങ്ങൾ ശക്തമായി നിർത്താൻ പോവുകയാണ്. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് പറയാൻ കഴിയുന്നില്ല ഈ നിയമം വന്നാൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം ഞങ്ങൾ മുൻപത്തെ വിഷയം പരിഹരിക്കും? ഇവിടെ ഏതെക്കാളും ഈ കേരളത്തിലുള്ള BJP നേതാക്കളെക്കാളും ഒക്കെ ഈ നിയമത്തിൽ ഈ പറയുന്ന പ്രാഗൽഭ്യമുള്ള ആളാണെന്നോ കിരൺ റിജു വേഗം തന്നെ ഇതിന് വഴി പറഞ്ഞു തന്നു. എന്താ, ഈ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ, ഷോക്കർക്കിനും പരാതി ഉണ്ടെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകാം. എന്നാ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ തലമുറകൾ എടുത്താലും ഇവിടെ ഈ പറയുന്ന സിവിൽ കേസുകള് തീരുമാനമാകാനായിട്ട് പോകുന്നില്ല. ഞാൻ തിരികെ വരാം ശ്രീ റോണി കെ ബേബി. എത്രത്തോളമാണ് ആ കോൺഗ്രസിന്റെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുക എന്നുള്ളത് അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഞാൻ വരാം. ശ്രീ റെജു ലൂക്കോസ് നമുക്കൊപ്പം. ശ്രീ റെജു ലൂക്കോസ്, 50 പേര് ഒറ്റയടിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് BJPയിലേക്ക് ചേർന്നു. മുൻപത്ത് മുഴുവൻ മാധ്യമങ്ങളും അത് കവർ ചെയ്തതാണ്. ഇപ്പോഴിതാ ബുധനാഴ്ച നടക്കുന്നത്. താങ്ക് യു മോദി. കിരൺ റിജു നേരിട്ട് അവിടെ വരുന്നു ഉദ്ഘാടനത്തിന്. എന്താണ് കാണുക എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ടോ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ എന്നുള്ളൊരു ചോദ്യമാണ്. ഏത് തരത്തിൽ അതൊരു രാഷ്ട്രീയ സമവാക്യങ്ങളിലുള്ള തിരുത്താകുമെന്ന് ഒരാശങ്ക പോലും CPM-നില്ലേ? പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക കോട്ടയായ ആ ഭാഗത്ത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇന്നലത്തെ ന്യൂസ് 18 ചർച്ചയിൽ താമരശ്ശേരി ബിഷപ്പ് ഒരു കത്തോലിക്കറെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നൊരു പ്രഖ്യാപനം ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ഞാനതിൽ പങ്കെടുത്തതാണ്. അതിന്റെ അപ്രായോഗികതയും അതിന്റെ എന്താ പറയാ, ഒരു കാരണവശാലും ഒരു താമരശ്ശേരി ബിഷപ്പ് അങ്ങനെ പറയാനുള്ള യാതൊരു അധികാരമില്ലെന്നുള്ള ഒരു ശക്തമായ ഭാഷയെ ഞാൻ സംസാരിച്ചു. ഇന്നിപ്പം അതിനൊരു പ്രഖ്യാപിതമായ ഒരു തെളിവ് പുറത്തു വന്നിരിക്കുക. ഇന്ന് പാലാ രൂപതയുടെ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് പരസ്യമായ വേദിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് അപ്രായോഗികമാണ്, തന്നെയുമല്ല അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാനായിട്ട് വേറൊരു കാരണമുണ്ട്. അതായത് ഈ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞതിനകത്ത് അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ട്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് അതിനകത്തൂടെ നമുക്ക് വ്യക്തമായിരുന്നു. ഒന്ന്, കത്തോലിക്ക സഭയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നതായിരുന്നുവെങ്കിൽ, ഞാനതിന് അറിവില്ല എന്ന് പറയുന്നില്ല, അതിനെ വ്യാഖ്യാനിക്കാൻ വന്ന വ്യക്താവോ അങ്ങനെയുള്ളവരത് പറയത്തില്ല. കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു ഏകശില ആജ്ഞാപനത്തിൽ ഉള്ള 170 കോടി ജനങ്ങളെ ലോകം മുഴുവനും ഉള്ള ഒരു വിശ്വാസ സമൂഹമാണ്. അതിൽ ഈ ലത്തീൻ സഭയും മലങ്കര കത്തോലിക്കലും ഈ പറയുന്ന സിറിയൻ കത്തോലിക്കലും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹമാണ്. കേരളത്തിൽ അത് 55 ലക്ഷമുണ്ട്. കേരളത്തിന് വേണ്ടിയുള്ള ഓൾ ടുഗദർ 77-78 ലക്ഷം വിശ്വാസ സമൂഹമുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ കാത്തലിക് കമ്മ്യൂണിറ്റി തന്നെയാണെന്നുണ്ടെങ്കിൽ 1% താഴെയുള്ളൂ. ഓൾ ടുഗദർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 2% താഴെയുള്ളൂ. അത് നമുക്കറിയാം. ഞാനിത് പറഞ്ഞു പറയാൻ ഒരു കാരണമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടായി പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റത്തില്ല. വിശുദ്ധ മാർപ്പാപ്പയാണ് കത്തോലിക്കനെ സംബന്ധിച്ചോളം. കത്തോലിക്കനെ സംബന്ധിച്ചോളം അതിന്റെ അവസാന തീരുമാനം എടുക്കേണ്ട ഒരൊറ്റ വ്യക്തിയെ ഭൂമിയിലുള്ളൂ. അത് പരിശുദ്ധ പിതാവാണ്, ഇപ്പോഴത്തെ മാർപ്പാപ്പയാണ്, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ സിനഡുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കും. പക്ഷെ ആ സിനഡിന്റെ കാര്യങ്ങൾ പോലും അന്തിമ തീരുമാനത്തിലേക്ക് പോകേണ്ടത് ചില കാര്യങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ബിഷപ്പിനെ നിയമിക്കണമെങ്കിൽ പോലും അവസാന പ്രഖ്യാപനം നടത്തേണ്ടത് വത്തിക്കാനാണ്, ആരാധനായ മാർപ്പാപ്പയാണ്. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. വെറുതെ ചുമ്മാ എവിടെയെങ്കിലും കിടക്കുന്ന കുറെ കൂട്ടമല്ല ഈ കത്തോലിക്കൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ മുനമ്പം വിഷയത്തിൽ ഇവിടെ BJP നേട്ടം കൊയ്യുമെന്നുള്ളതാണ്. അതിലിപ്പോ റോയി അവരുടേതായ ഭാഷ്യത്തിൽ അവരുടെ പാർട്ടിയുടെ നിലപാടും അതിന്റെ സത്യാവസ്ഥ കുറേയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കിരൺ റിജുവിനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഓർത്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. BJP ഏത് രീതിയിലാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നത്? കബളിപ്പീരിയുടെ ചതിയുടെ അവസാനത്തെ അധ്യായമാണ് ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്ന വഖഫ് ബില്ല്. അതിപ്പോൾ തെറ്റിദ്ധരിച്ച് കുറെ പാവപ്പെട്ട തങ്ങളുടെ വസ്തു തങ്ങളുടേത് പോകുന്നു, തങ്ങളുടെ ആധാരത്തിലൂടെ നിയമപരമായി നേടിയെടുത്ത വസ്തു പിടിച്ചു പറിക്കുമെന്ന് ഭയന്നുകൊണ്ട് അവിടെ സത്യാഗ്രഹം. ഞാൻ ആ ജനങ്ങൾക്കൊപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ എത്രയോ ചർച്ചകൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇതിന് യാതൊരു നിയമസാധ്യതയില്ലെന്നും അത് കൃത്യമായ പ്രഖ്യാപനത്തിലൂടെയാണ് ഇവിടെ എന്താണെന്നും റോയ് ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്കും പോകുന്നില്ല. അത് കബളിപ്പില്ല. അവരത് തെറ്റിദ്ധരിച്ച് 50 പേരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഏത് ഈർക്കിളി പാർട്ടിക്ക് സാധിക്കും?
ഒരു 500 പേരെ കൊണ്ടുവരാൻ പറ്റായിരുന്നോ? രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നപ്പോൾ ഒരു BJP സംസ്ഥാന പ്രസിഡന്റിന് അതുകൊണ്ട് അത് ഞാൻ വിടുന്നു. ഇനി പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത്? വിചാരധാരയിലെ ഗോൾവാർക്ക് എഴുതി വെച്ചിരിക്കുന്ന അതേപടി ഇവർ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുസ്ലിംസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു, അതിനവർ CAA നിയമം കൊണ്ടുവന്നു. അതിപ്പോ നേരത്തെ റോയ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കും പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ രണ്ടാമത് നാട് കടത്തണം എന്ന് പറയുന്നത് ആരെയാ? ക്രിസ്ത്യൻ സമൂഹത്തിനാണ്. അവർ അക്ഷരം പ്രതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. മണിപ്പൂരിൽ അതിന്റെ വംശഹത്യ ആരംഭിച്ചു കഴിഞ്ഞു. അത് കൂടാണ്ട് തന്നെ 2014 ഡിസംബർ മുതൽ ഇതിനൊരു പ്രശ്നമുണ്ട്. മണിപ്പൂര്, ജബൽപൂര് ഇതൊക്കെ ഇവിടുന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. ഇങ്ങ് മുതലപ്പൊഴിയുന്ന യൂജിൻ പെരേര, താമരശ്ശേരി ചെല്ലുമ്പോൾ ജോസഫ് പാംപ്ലാനി, ഇപ്പുറത്ത് റിമിജ സിഞ്ചനാനിയിൽ കേസെടുക്കുന്നത്, ബിഷപ്പുമാരെ പ്രകോപിപ്പിക്കുന്നത്, വന്യമൃഗശല്യം തൊട്ട് ഇങ്ങോട്ട് മുനമ്പം തൊട്ട് ഇവരെ ഒന്നും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അല്ലെങ്കിൽ ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക. എന്നിട്ട് സഭ ഇത് മനസ്സിലാക്കണം, ഈ ധാർമ്മികത മനസ്സിലാക്കണം എന്ന് പറയുന്നിടത്തൊരു വിഷയമുണ്ട്. കൂടെ നിൽക്കുന്നവർക്കൊപ്പമല്ലേ ഞങ്ങൾ കൂടെ നിൽക്കുക എന്ന് അവർ ചോദിക്കും. അത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ചിലപ്പോൾ ഇനി വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കാലിനടിയിലെ മണ്ണിളകും. അത് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള വല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പൊ അവിടെ ഇളകത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് കേരളത്തിലെ ജനങ്ങളോടാണ് ന്യൂസ് സൈറ്റിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ദിവസം ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് ഇന്ററപ്റ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ നിങ്ങളിപ്പോ ഈ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചത് അതിന് വസ്തുതകൾ എനിക്കറിയാവുന്ന രീതിയിൽ ഇടതുപക്ഷത്തിനോട് ചേർന്ന് പറയാന്നുള്ളതാണല്ലോ. ഒരു പരിധിവരെ ഈ BJPയുടെ സമീപനത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മോട്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയാം. അത് ലെറ്റ് ബി കംപ്ലീറ്റ്. എന്റെ വാക്കുകളൊന്ന് പൂർത്തിയിരിക്കട്ടെ. ഈ പറയുന്ന അവരുടെ ഒരു മുഖപത്രമുണ്ട്. ആ പത്രത്തിൽ ഓർഗനൈസർ ഇന്നലെ ഇറങ്ങിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറഞ്ഞു, അതെ എന്റെ അടുത്തുണ്ട് ആ ലേഖനം, അത് എല്ലാവരുടെ അടുത്തുണ്ട്. അവർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നാണം കെട്ടാൻ പിൻവലിച്ചു. പക്ഷെ അവരുടെ ലക്ഷ്യം ഇതിനകത്ത് പറഞ്ഞു. അവർ പറഞ്ഞെന്താ അറിയോ? കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ സർക്കാരിന്റെ സ്വത്തൊഴിച്ച്, കേന്ദ്ര സർക്കാരിന്റെ സ്വത്തൊഴിച്ചുള്ള ഏറ്റവും കൂടുതൽ സമ്പന്നമായ സമൂഹം കത്തോലിക്ക സമൂഹമാണ്. 11,000 ഏക്കർ ഭൂമി ഇന്ത്യയിലുണ്ട്. ആ 11,000 ഏക്കർ ഭൂമിയും അവിഹിത മാർഗത്തിലൂടെ നേടിയെടുത്ത കൃത്യമായ രേഖകളില്ലാത്ത ഭൂമിയാണ്. ഞങ്ങളത് പിടിച്ചെടുക്കും, കത്തോലിക്കരുടെ ഭൂമി ഞങ്ങളത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. അത് ഒന്ന്. രണ്ടാമത് ജബൽപൂരിലൊക്കെ വിട്ടോ. നിങ്ങൾ ജബൽപൂരിലെ കാര്യങ്ങളെല്ലാന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ജബൽപൂരിൽ അടി കൊണ്ടത് മുതുകൊടിഞ്ഞതെല്ലാം ഈ കേരളത്തിലെ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിന് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കുറവലങ്ങാട് ഒരു വന്ധ്യവേദനായ ജോഷി ജോർജ് എന്ന് പറഞ്ഞത് ആ വൈദികനെ സഹിതമാണ് മർദ്ദിച്ച് അവശനാക്കിയത്. രണ്ടാമത് നിങ്ങൾ ഈ പറഞ്ഞ ഒഡീഷയിൽ എന്ന് പറഞ്ഞ ഒഡീഷയിൽ 300 പോലീസുകാർ, ഒഡീഷ പോലീസുകാർ 300 പേര് ആ ദേവാലയത്തിൽ കയറി കുറെ സാധനം മോഷ്ടിച്ചോണ്ട് പോവുകയും ചെയ്തു. അവർ അടി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലും ഇതൊരു കേസെടുത്തില്ല. ജബൽപൂരിൽ ആരെയും അവർ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മർദ്ദനങ്ങൾ അടിച്ചുവിട്ടത്. അവിടുത്തെ വൈദികർ ഇപ്പൊ കയറാൻ നട്ടലിൽ ഒടിഞ്ഞു, മുതുകു ഒടിഞ്ഞു. അപ്പോൾ ഒന്നത്. രണ്ടാമത് ഇവർ കേരളത്തിലേക്ക് വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കാരണം അതിന്റെ പ്രഖ്യാപനങ്ങൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, പക്ഷേ ശ്രീ റെജി ലൂക്കോസ് വരണമല്ലോ ശ്രീ റെജി ലൂക്കോസ്. ജബൽപൂരും മണിപ്പൂരും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. അവർ ചോദിക്കുന്ന വിഷയങ്ങൾ മുതലപ്പൊഴി ഉണ്ടാകും, വന്യമൃഗശല്യം കാണും, മുനമ്പം കാണും. ജബൽപൂരും മണിപ്പൂരും പറഞ്ഞ മറ്റ് വിഷയങ്ങളല്ലേ അവർ മുന്നിൽ നിർത്തുകയുള്ളൂ. ഇത് മനസ്സിലാകാതെ ആണോ ഇടതുപക്ഷം സംസാരിക്കുന്നത്? ഇടതുപക്ഷവും കോൺഗ്രസ് പ്രത്യേകിച്ച് ഇവിടുത്തെ വോട്ടർമാരോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഈ വഞ്ചകരെ, ഈ ധൃതരാഷ്ട്ര ആലിംഗനത്തിന്, ഈ ചതിയന്മാരെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നവർ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ കാര്യം അവർക്കെല്ലാം കൺമുമ്പിൽ ദൃശ്യമാണ്. മലയാളി എഴുത്തും വായനയും ശ്രവണശക്തി ഉള്ളവരാണ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കൃത്യമായും പറയുന്നത് കേരളത്തിലെ ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ സംസ്ഥാനമാണ്. ഇവിടെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചർച്ച ചെയ്യുന്നതാണേലും വാർത്തകളിലാണേലും ഈ RSS BJPയുടെ ക്രിസ്ത്യൻ വിരോധം എന്താണെന്നുള്ളൊരു പകൽ പോലെ വെളിച്ചമായി. പിന്നെ എങ്ങനെ അവർ കൂട്ടുന്നേക്ക് ഇനി മുൻപത്തേക്ക് തന്നെ വരാം. എന്നാണ് മുൻപ് വിഷയത്തിൽ BJP പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ല്, ഇപ്പൊ പുതിയ നിയമം എന്താണ്? അത് അവരുടെ ഒന്ന് വായിച്ചു നോക്കിയേ. കിരൺ റിജ്ജു തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, വി ആർ ഹെൽപ്ലെസ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിലേക്ക് പോകുന്ന പറഞ്ഞ. കോടതിയിലേക്ക് പോകാനാണെങ്കിൽ ഇവരെന്തിനാണ് ഈ അമെന്റ്മെന്റ് അവതരിപ്പിച്ചത്, പാസ്സാക്കിയെടുത്തത്? അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ? മുസ്ലിം സമൂഹത്തിനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് വോട്ട് കിട്ടാനുള്ള കുരുതന്ത്രമാ. ആ തന്ത്രത്തിന്റെ പാരലായിട്ടാണ് ഈ സമൂഹത്തെ കടുത്ത ദ്രോഹിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത് വായിച്ചു കേട്ടിരിക്കുന്ന സാധാരണക്കാരനായ മുനമ്പത്തെ നിവാസികൾക്കും കേരളത്തിലെ ന്യൂനപക്ഷർക്കും വളരെ പകൽ പോലെ കൃഷ്ണനായിട്ട് താങ്കളെ ഞാൻ ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കുന്നല്ല. അങ്ങനെയാണെങ്കിൽ അത് ആ ഉദ്ദേശശുദ്ധിയിലാണ് താങ്കൾ പറയുന്നതെങ്കിൽ, ഇടതുപക്ഷം ആ ഉദ്ദേശശുദ്ധിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതായിരിക്കണം റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഡബിൾ ഗെയിം കളിക്കുന്നു CPM എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യ മുന്നണി സഖ്യം ഒരുമിച്ച് നിന്ന് ബില്ലിനെ എതിർത്ത് ഇവിടെ വന്ന ശേഷം ഇടതുപക്ഷം ചെയ്തത് മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മന്ത്രിമാരടക്കം പ്രസ്താവനകൾ നടത്തിയത് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എന്താണ് സഭയിലെടുത്ത നിലപാട്? ഒരു ഘട്ടം വന്നാൽ ലീഗിനെ പോലും കോൺഗ്രസ് കൈവിടുമെന്ന് പറയുന്നിടത്ത് അകത്ത് പോലും നിങ്ങൾക്ക് ഒരേ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് BJP എതിർക്കുക? അല്ല, അതല്ലേ നിങ്ങളിപ്പോ പരോക്ഷമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യില്ലേ ഇടതുപക്ഷമാണ് വസ്തുതാപരമായിട്ട് കൃത്യമായ രീതിയിൽ ലോക്സഭയിൽ രാജ്യസഭയിൽ നിലപാടെടുത്തത്. പ്രഖ്യാപിത നിലപാട്, ഒരു അഴകുഴപ്പം നിലപാടും ഇടതുപക്ഷം ഇതിനെക്കുറിച്ച് ഇന്നുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. വഞ്ചിക്കുന്ന ആരാണ് നിങ്ങൾ മനസ്സിലാക്കുക? വഞ്ചിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയാണ്. ഈ ബില്ല്, ഈ നിയമം 3 തവണ ലോക്സഭയിൽ പാസ്സാക്കിയില്ല. ഏറ്റവും കൂടുതൽ 1997, 2013 ഇതിനകത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിയമം എന്ന് പറയുന്നത്, വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അപരിഷ്കൃതമായ നിയമങ്ങളാണ്. ഞാനൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലല്ല, താങ്കളുടെ ഉപയോഗത്തിൽ താങ്കൾ പറയുക, ഈ സംസാരങ്ങൾ പൂർത്തീകരിക്കാൻ ആരെ അനുവദിക്കുന്നില്ല. ഞങ്ങൾ ഇടതുപക്ഷക്കാർ പറയുന്നതിന്റെ വ്യക്തത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടൈം വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കൂ. അതാണ് ഒരു ചർച്ചയുടെ മാന്യത. ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് സുഹൃത്ത്, നിങ്ങൾ അസംഷനാകാതെ. നിങ്ങളുടെ ഒരു പരിപ്പും കേരളത്തിൽ വേഗത്തില്ല ഒരു കാരണവശാലും. മുനമ്പത്തെ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾക്കറിയോ ഈ ബില്ല്? ഞാനത് വായിച്ചവരാ. ആ അമൻമെന്റ് വായിക്കാത്തവർ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും ശ്രദ്ധ നേടിയ, ഡയറക്റ്റ് ആയിട്ട് തന്നെ ലോക്സഭയിലെ രാജ്യസഭയിലെയും ടെലികാസ്റ്റുകൾ കണ്ടവരാണ് ബഹുഭൂരിപക്ഷം മലയാളികളും. കാരണം എന്തുകൊണ്ടാ? മുൻപത്തെ വിഷയത്തിൽ ഒരു ആശ്വാസം ഉണ്ടാണെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൊണ്ടുവന്ന ബില്ല് എന്താണ്? കോടതിയിൽ പോകാനാണെന്നുണ്ട്. പിന്നെ ഇവർ എന്തിനാണ് ഈ അമൻമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? അത് പാസ്സാക്കി നിയമമാക്കി എന്തിനാണ്? അപ്പൊ അത് ചതിയല്ലേ? നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിവിൽ കേസ് കോടതി പോയി തീരുന്നത് അപർണ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മറുപടി പറയൂ. അല്ല, എന്റെ വിശ്വാസമല്ലല്ലോ ശ്രീ രജി ലൂക്കോസ്, എന്റെ വിശ്വാസമല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ചോദ്യത്തിലേക്ക് വരുന്നത്. ചുമ്മാ കിടന്ന് ഇടപെടാതെ. ഇടതുപക്ഷ സർക്കാരാണ് 2011 അവരുടെ ആധാരത്തിന്റെ അല്ലെ ഒറിജിനൽ കോപ്പ് ഇതുള്ള ഡോക്യുമെന്റ്സ് ഉള്ളിടത്ത് കരം നിഷേധിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നിലപാടെടുത്തത്. അതിനുശേഷം ഇപ്പോഴത്തെ മുൻപ് ഉൾപ്പെടുന്ന നിയോജകമണ്ഡലത്തിലെ പ്രതിനിധിയായ MLA ഉണ്ണികൃഷ്ണൻ വളരെ ഇൻട്രസ്റ്റ് താല്പര്യം എടുത്തുകൊണ്ട് റവന്യൂ വകുപ്പിൽ പോയി സംസാരിച്ച് വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. പിന്നെ 2022 വീണ്ടും ആ ഹൈക്കോടതി കോടതിയുടെ നിയമപ്രകാരം അവർക്ക് ആ എന്താ പറയാ കരം പുതുക്കാൻ സാധിക്കാതിരുന്നത്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരം ഇല്ലായിരുന്നിട്ടും, അത് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇല്ലാതിരുന്നിട്ടും അവർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഈ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചപ്പോൾ ഇപ്പൊ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് യാതൊരു അധികാരമില്ലെന്നും പറഞ്ഞ് അത് പിരിച്ചുവിട്ടിരിക്കുക. ഇനിയിപ്പോ അതിനു വേണ്ടിയിട്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷം ഇതിനകത്ത് വഞ്ചന കാണിക്കുന്നത്? ആർക്കും മനസ്സിലായി. നിങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്ത ഇടതുപക്ഷത്തിലാ. ഇനി കോൺഗ്രസ്, ഞാൻ കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. പക്ഷേ കോൺഗ്രസിന് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പൊ ഈ റോയിലൊക്കെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങള് വസ്തുതാപരമാണത്. കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം നോർത്ത് ഈസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പംകാരെ ആയുഷ്കാലം വഞ്ചിക്കുക ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അടുത്ത് വാദിച്ച് തെളിയിക്കൂ. ഇതാണ് ശ്രീ രജി ലൂക്കോസ്, ആ വാദങ്ങളുടെ ഏത് തരത്തിലാണെന്ന് ശ്രീ ജിജി ജോസഫ്, വൈദികർ അത് പറയുന്നു. ഇതിനകത്ത് ചില നിലപാടുകളുണ്ട്. ഈ നിലപാടുകൾ പ്രബുദ്ധരായിട്ടുള്ള ക്രിസ്ത്യാനി സമൂഹം ഉൾക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നായാലും. ജോസഫ് പാംലാനി ഇന്നലെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയം പറയുമ്പോൾ അവിടെയും ജബൽപൂരൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. മറ്റെവിടെയും ഇല്ലെങ്കിലും ജബൽപൂരും മണിപ്പൂരും ഒരുപക്ഷെ മുനമ്പും ഒക്കെ ഉയർത്തുന്ന പോലെയുള്ള വൈകാരികപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നില്ലെങ്കിലും ഈ വിഷയങ്ങളൊക്കെ അറിയുന്നവരാണ് ക്രൈസ്തവ സമൂഹം. ഓർഗനൈസറിൽ ലേഖനം വരികയും ആ ലേഖനം മണിക്കൂറുകൾക്ക് ശേഷം പിൻവലിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ ഞങ്ങൾക്കുമെതിരെയും തിരിഞ്ഞേക്കാം എന്നുള്ളൊരു ബോധ്യം ഇവിടെയുള്ള ക്രൈസ്തവർക്ക് ഇല്ലാതാകുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തിന്റെ വാക്കുകളിലുണ്ട്. അങ്ങനെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മുനമ്പം BJP എടുക്കണോ?
അല്ല, അതിനു മുമ്പ് ഇവിടെ ഒരുപാട് പേര് ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും CPM-ൻ്റെ സഹയാത്രികനും ഒക്കെ പറഞ്ഞു ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞു. ലോക്സഭയിൽ പറഞ്ഞു, അമിത്ഷാജിയും പറഞ്ഞു. കേട്ടില്ലായിരുന്നത്? പക്ഷേ അത് വഖഫ് സ്വത്തുക്കൾക്കാണ്. ഏത്? വഖഫിൻ്റെ സ്വത്ത്. ഇത് ട്രസ്റ്റിലേക്ക് കൊടുത്തതാണ്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അതായത് ഫറൂഖ് കോളേജിൻ്റെ ട്രസ്റ്റിലേക്ക് കൊടുത്തതാണ്. സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഇതിൽ സൊസൈറ്റിയിലേക്ക് കൊടുത്തതാണ്. അതിൻ്റെ കാര്യമാണ് 2A പറയുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട വിധി വന്നതോ അല്ലെങ്കിൽ അല്ലാതെ വന്നതോ കോടതി കിടക്കുന്നതൊക്കെ തന്നെ അവിടെ തന്നെ കിടക്കും. ഇത് അതിൽ നിന്ന് മാറി സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സ്ഥാപനത്തിന്, ഒരു ധർമ്മസ്ഥാപനത്തിന് കൊടുത്ത സ്വത്തിന് ഇതിന് കോടതിയുടെ ഉത്തരവ്, എന്തെങ്കിലും കോടതിയുടെ ഉത്തരവുകൾ അവയെ സംബന്ധിച്ച് നിലവിലുണ്ടെങ്കിൽ പോലും അത്തരം വസ്തുക്കൾ വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും. മനസ്സിലായോ? ഇനി ഞാനിത് വിശദീകരിക്കില്ല. ഇനി വേണമെങ്കിൽ ഉരുട്ടിപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോവാം. കിട്ടില്ല. എന്താ സന്തോഷം? കോൺഗ്രസ്സുകാരന് എന്തൊരു സന്തോഷം. മുനമ്പങ്കാർക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇരട്ടി പൂത്തിരി കത്തിച്ചാൽ സന്തോഷിക്കുന്നത്. കിട്ടില്ല കേട്ടോ, 1000 കൊല്ലമായാലും കിട്ടില്ല കേട്ടോ. എന്തിനാണ് സന്തോഷിക്കുന്നത്? CPM-കാരനും കൂടെ നിങ്ങൾക്ക് കിട്ടില്ല എന്നിട്ട് പറയും ഞാൻ മുൻപത്തിന് കൊടുക്കും, ഞങ്ങൾ മുൻപത്തിൻ്റെ കൂടെയാണ്. എന്ത് കൂടെ? അവർക്കറിയാം അവരെ പറ്റിച്ച കാര്യം. അവരെ P. രാജീവ് പറയും AG എടുത്ത് ഞാൻ വിളിച്ചു പറയുമെന്ന് പറയും. എന്നിട്ട് AG എടുത്ത് വിളിച്ചു പറയില്ല, AG ഹാജരാകില്ല. തിരുവനന്തപുരത്ത് വരാൻ പറയും. ഫസ്റ്റ് ഫ്ലോറിൽ കയറും, സെക്കൻഡ് ഫ്ലോറിൽ കയറും, ഗ്രൗണ്ട് ഫ്ലോറിൽ വരും, ചായ കുടിക്കും, പിന്നെയും കയറും, പിന്നെ ഇറങ്ങും. ഈ പാവങ്ങൾ 2.5 കൊല്ലം നടന്നതാണ്. അവർക്കറിയാം ഇതെല്ലാം. പിന്നെ കോൺഗ്രസിൻ്റെ VD സതീശൻ പറഞ്ഞല്ലോ BJP-ക്കാരാണ് അവിടെ 50 പേര് ചേർന്നത് എന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് വാ. ഇനി എണ്ണം കുറവാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ 9-ാം തീയതി വാ. ഞാൻ വെല്ലുവിളിക്കുക. ധൈര്യം ഉണ്ടേ വാ. പിന്നെ ഈ ശ്രീമാൻ ചൂടിനുമൊക്കെ കത്തോലിക്ക സഭയുടെ നിലപാട് പറഞ്ഞോ? BJP-ക്ക് എതിരായിട്ടാണോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് കത്തോലിക്ക സഭ എതിർപ്പുണ്ട്, അനുകൂലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സഭയുടേതായ കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒരു രാഷ്ട്രീയ നയം എന്താണ് എന്ന്, അത് BJP-ക്ക് അനുകൂലം അല്ല എന്നൊക്കെ പറയാൻ അതെങ്ങനെ പറയാം? അത് അതിൻ്റെ അകത്തെ ചില രാഷ്ട്രീയക്കാർ പറയും. അത് ഞങ്ങൾ മുനമ്പത്തും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട്, അത് കോൺഗ്രസ്സുകാരുമുണ്ട്, CPM-കാരുമുണ്ട്, അവരൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇതിനകത്ത് അത്ര തൃപ്തരുമല്ല. ഇതും ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ അകത്ത് എപ്പോൾ വന്നാലും ഈ പറയുന്നത് ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ, പണ്ടേ ഈ CPM-കാർക്ക് ഉള്ളതാണല്ലോ, ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ചെക്കോസ്ലാവാക്യയിലെ കാര്യം പറയും. അവരിവിടുത്തെ കാര്യം പറയില്ല. നിങ്ങൾ ഇവിടുത്തെ കാര്യം പറ. നിങ്ങൾക്ക് ഇത്രയും താല്പര്യമുണ്ട്, വളരെയധികം താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ശരിയാന്നേ അല്ലെന്നേ, ഇവിടെ തന്നെയാ ഞങ്ങൾ മുനമ്പത്തെ കാര്യം എന്ന് ചർച്ച ചെയ്യുന്നത്. മുനമ്പത്തെ കാര്യം ഇനി പറയുന്നത്. ഒറ്റ മിനിറ്റ്. നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ CAA പ്രകാരം. സാറേ ഒന്ന് പറഞ്ഞോട്ടെ. CAA പ്രകാരം 350-ലധികം അധികം ആളുകൾ ഇന്ത്യൻ പൗരന്മാരായി. 2019 ഈ CAA വഴി 350-ലധികം വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. അമിത്ഷാ 25,000-ലധികം അപേക്ഷകൾ സ്വീകരിച്ചു. ഇനി കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഈ കാര്യത്തെക്കുറിച്ച് വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ഇരുന്ന ചാനലാണ്, ആരും നോക്കില്ല എന്ന് വിചാരിച്ചാണോ? അല്ല ജിജി, ഈ വഖഫ് ട്രസ്റ്റ് അല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് വഖഫ് ട്രസ്റ്റ് ആണ് എന്ന് തെളിയിക്കേണ്ടത്. ഈ പറഞ്ഞ ഈ സെക്ഷൻ 2 എന്നല്ല, അപ്പോഴും അതിൽ ചില ചാലഞ്ചസ് ഉണ്ട്, അതിൽ ചില പരിമിതികളുണ്ട്. ഇത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് ട്രസ്റ്റ് ആണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും അതൊരു പക്ഷേ ഒരു നീണ്ട നിയമപ്രക്രിയയിലേക്ക് പോകണം. സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഈ ഫറൂഖ് കോളേജിന്റെ ഇത് നിലനിൽക്കുന്നത്. സൊസൈറ്റി ആക്ട് തന്നെ. അത് വഖഫ് അല്ല, വഖഫ് ബോർഡോ വഖഫിന്റെ ഇതിലുള്ള ഇതല്ല. അങ്ങനെയല്ല. ഇതിൽ അതിന് വേറെ കണ്ടീഷൻ. പിന്നെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? കോൺഗ്രസ്സുകാരോട് 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ അതെങ്ങനെയാ തീർക്കാന്ന് പറഞ്ഞ? ഞങ്ങൾക്ക് അതിന് ഉത്തരവുണ്ട്. CPM-കാരൻ പറഞ്ഞല്ലോ. CPM-കാരൻ പറഞ്ഞില്ല. നിങ്ങളുടെ MLA സാറേ, നിങ്ങളുടെ MLA പറഞ്ഞ എന്താണെന്നറിയാമോ?
നിങ്ങളുടെ MLA വന്ന് അവിടെ പ്രസംഗിച്ചത് പോപ്പ് വന്നാലും ഈ പ്രശ്നം തീരില്ല. സാക്ഷാൽ പിണറായി വിജയൻ വിചാരിക്കണം അല്ലേ? എന്നിട്ട് കമ്മീഷൻ വെച്ചു. കമ്മീഷൻ വെക്കുമ്പോൾ പറയട്ടെ കമ്മീഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? AG നിയമോപദേശം തന്നില്ലായിരുന്നോ ഈ കമ്മീഷൻ നിലനിൽക്കില്ല എന്ന്? അത്രയ്ക്ക് മണ്ടറാണോ AG? ഒന്നുമല്ല, പറ്റിക്കാൻ, ചുമ്മാ ഒന്ന് പറ്റിക്കാൻ, വേറെ അത്രേ ഉള്ളൂ. എന്നെ കൊടുക്കണ്ടേ? ഇപ്പം നിങ്ങളുടെ എന്താ നിലപാടെന്താ? നിങ്ങൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾ ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ മുൻപത്തിന് വേണ്ടി എന്താ സംസാരിച്ചത്? നിങ്ങൾക്ക് പറയില്ലായിരുന്നോ ഞങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാം? കോൺഗ്രസ്സുകാർ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാം, മുൻപത്തെ പ്രശ്നം പരിഹരിക്കണം, പറയണ്ടേ? അല്ലെങ്കിൽ മുൻപത്തെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കും? അതിൽ മറുപടി ഞാൻ ശ്രീ ജോസഫ് ജോലിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ശ്രീ റോണി കെ ബേബി, ചില ചോദ്യങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, അതൊരു വിഷയമാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആ കാര്യത്തിനകത്ത് അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസും ഇടതുപക്ഷവും അംഗീകരിച്ചേ മതിയാവും. ഇല്ല, നമുക്കതിനകത്ത് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുക. ഈ വിഷയം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ്. ഗവർണർ റജീർ ലൂക്കോസ് അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 2021 സിംഗിൾ ബെഞ്ച് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ റീഇൻസ്റ്റേറ്റ് ചെയ്താണ് കരമടച്ചതാണ്. പിന്നെ അത് ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ ചെയ്തു. ഞങ്ങൾ പറയുന്ന ഒറ്റ ഫോർമുല ഇതേ ഉള്ളൂ, നിങ്ങൾ ആ ഡിവിഷൻ ബെഞ്ചിലെ സ്റ്റേ മാറ്റ്. ആ ഡിവിഷൻ ബെഞ്ചിലെ സ്റ്റേ മാറ്റിയാൽ ഈ വിഷയം തീരും. അവിടെ ഇത് വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുന്നത് അവിടെ 2-3 ആളുകൾ അടങ്ങുന്ന ഒരു കടലാസ സംഘടനയാണ്. വഖഫ് ബോർഡ് പോലും അവരുടെ ആസ്തി രജിസ്റ്ററിൽ ഈ 2019 ഇത് എഴുതി ചേർക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാണ്. ഹൈക്കോടതിയിൽ കേസ് തോറ്റുകൊടുത്തു. ആര് തോറ്റുകൊടുത്തു? ഇതിന്റെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിക്കാം. ആരാണ് നിസാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? ഏത് സർക്കാരാണ് ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന് നിയമപ്രാബല്യം നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? 2009 BS സർക്കാർ. 2011 മുതൽ 16 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആയിരുന്നു. ഞങ്ങൾ രൂപീകരിച്ച വഖഫ് ബോർഡായിരുന്നു. ഞങ്ങളുടെ ആസ്തി രജിസ്റ്ററിൽ ഇത് എഴുതി ചേർത്തോ? ഇല്ല. കേസ് കോടതിയിൽ പോയി. കോടതി ഈ കേസ് 2016 ഡിസംബർ മാസത്തിൽ വളരെ ഭംഗിയായി ഇടതുപക്ഷ സർക്കാർ തോറ്റുകൊടുത്തു. വഖഫ് ബോർഡിന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു ആസ്തി രജിസ്റ്ററിൽ എഴുതി ചേർക്കാൻ. 2019 എഴുതി ചേർത്തു. അത് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു 2021. വീണ്ടും 2022 എന്ത് ചെയ്തു? ഇത് ഈ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ മാറ്റി മതി. ഈ കേരളത്തിലെ ഈ ഭൂമി ഇത് വഖഫാണെന്ന് ആരാ പറയുന്നത്? കേരളത്തിലെ 200ഓളം മുസ്ലിം സംഘടനകൾ പറയുന്നു ഇത് വഖഫല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം പറയുന്നത് ഈ ഭൂമി വഖഫ് ഭൂമിയല്ല. ഇനി ഇതെന്താ പ്രശ്നം? അതാ ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ആരൊക്കെ കൂടിയാണ് കേരളത്തിലെ ജനങ്ങളെ ഇവിടെ പറ്റിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. വളരെ കൃത്യമായി ഇവിടെ ഈ പറഞ്ഞ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട്, നമുക്ക് ഈ നിയമത്തിന് ബാലപാഠം അറിയാവുന്നവർക്കറിയുന്ന കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് എന്താ പറയുന്നറിയോ? ഒരു ട്രൈബ്യൂണലിന്റെയോ ഒരു സെമി ജുഡീഷ്യറിയൽ സംവിധാനത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസില് ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ പറയുന്ന കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൽ പറയുന്നു. അവിടെ ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം പോലും മറികടന്നുകൊണ്ട് എന്തിനാണ് ഈ പറയുന്ന രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചത്? വളരെ വ്യക്തമാവും. വിഷയം നീട്ടിക്കൊണ്ടുപോവുക, വിഷയം വഷളാക്കുക. ഇതുപോലെയുള്ള ഈ സമുദായ സംഘടനകൾക്കും മതസംഘടനകൾക്കും ഒക്കെ എന്താ അല്ലെ ക്രിസംഖികൾ പോലുള്ള ആളുകൾക്കൊക്കെ എന്താ കോൺഗ്രസിനെ വിളഞ്ഞിട്ട് ആക്രമിക്കുക. മുഴുവൻ ഉത്തരവാദി കോൺഗ്രസ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, 2013 ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ട് പാർലമെന്റിൽ വന്നപ്പോൾ അന്നത് യുനാനിമസ് ആയിട്ടാണ് പാസ്സായത്. ഇന്ന് നിങ്ങളെല്ലാം പറയുന്ന കോൺഗ്രസ് ആണ് ഇതിന് വലിയ ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഈ 2013 അമെന്റ്മെന്റ് കൊടുത്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് BJP ഉൾപ്പെടെയുള്ള എല്ലാ MP-മാരും പിന്തുണച്ചാണ് അമെന്റ്മെന്റ് പാസ്സാകുന്നത്. 95 കോൺഗ്രസ് നിയമം കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ 10-25 കഴിഞ്ഞല്ലോ ഇവിടെ ഒരാളെങ്കിലും അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിച്ചോ? ഇത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് കൃത്യമായി ഇതിനകത്ത് പറയുന്നത് ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ട് പാസ്സായാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാതെ ഇവിടെ മുൻപത്തെ ജനങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഇതല്ല വഴി. ഇത് എന്ന് പറയുന്ന നുണപ്രചരണങ്ങളൊക്കെ അഴിച്ചുവെച്ച് ഇന്ന് BJP നേതാക്കളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന മുൻപത്തെ ജനം നാളെ അവരെ പൂലിൽ അടിച്ചോടിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നത്. കാരണം എന്താ? നാളെ ഞാൻ പറഞ്ഞതുപോലെ ഈ ജനം ചോദിക്കും BJP നേതാക്കൾ. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തു. ആരാ? ജോർജ് കുര്യൻ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറയുക ഈ നിയമം പാസ്സായാലും മുൻപ് വിഷയം ഇപ്പോൾ പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന കത്തോലിക്ക സഭയിലൊക്കെ ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തിരിച്ചറിയും. ഒരു RSS ലേഖനം വന്നു. RSS മാറ്റി പറഞ്ഞോ എത്രയോ വലിയ ബോംബ് അവർ 18 കോടി ഏക്കർ സ്ഥലം സ്ഥാപനങ്ങൾ കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ തയ്യാറോ? നേതാക്കൾ പറഞ്ഞറിയോ? ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ട് ഞങ്ങൾ അറിയാതെ അത് പ്രത്യേകിച്ച് പോയതാണ്. യാഥാർത്ഥ്യം നിങ്ങൾ അതിന്റെ അകത്ത് എന്താ
ആദ്യം ഇവരുടെ വിചാരധാരയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോൾവാൾക്കറിന്റെയും അതുപോലെ തന്നെ ഗുരുജി ഗോൾവാൾക്കറിന്റെയും സ്വർക്കറുടെയും ഒക്കെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷമാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഇന്ത്യയുടെ ശരി ശ്രീ റോണി കെ ബേബി, ശ്രീ ജോസഫ് ജൂഡ് ഇതിനുള്ള മറുപടി പറയാൻ BJPക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്കും ധാർമ്മികമായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയോടെ MP-മാരോട് ഈ ബില്ലിനെതിരെ അല്ലെങ്കിൽ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടതിൽ അടക്കം ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ സാമുദായിക വിഭജന ഫോർമുല നിർബന്ധിച്ച് വെച്ചു. എങ്ങനെയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയോട് പറയാൻ കഴിയുക? തൊട്ട് ഇപ്പോൾ ഈ മിനിറ്റിൽ ഇപ്പോഴും കോൺഗ്രസും ഇടതുപക്ഷവും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതിന് മുൻകാല ഉണ്ടാവുകയില്ല. അപ്പോൾ തിരിച്ചറിയും മുനമ്പം ജനത. കത്തോലിക്ക സഭ ആ സമയങ്ങളിലൊക്കെ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് ഒരുപക്ഷെ വരും സമയങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നിലപാടിലേക്കൊക്കെ പോയി എന്നുള്ളൊരു വിമർശനമൊക്കെ വന്നേക്കാം. അതൊക്കെ ഇവർ പറയുന്നതിനകത്തുണ്ട്. അതിനുള്ള മറുപടി അവരുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ 44 ക്ലോസസ് ആണ് ഭേദഗതി ചെയ്യാനായിട്ട് മുന്നോട്ട് വെച്ചത്. 44 പ്രധാനപ്പെട്ടത് നമുക്കറിയാം സെക്ഷൻ 40 റിപ്പീൽ ചെയ്യുന്നത്, രണ്ടാമത്തത് വഖഫ് ട്രിബ്യൂണലിലെ ഫൈനാലിറ്റി എടുത്ത് കളയുന്നത്. ഈ 2 ക്ലോസിനും വാസ്തവത്തിൽ അല്ലെങ്കിൽ മറ്റ് ക്ലോസുകൾക്കും മുൻകാല പ്രാബല്യം ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ ഭേദഗതികളല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വായിച്ചത് വാസ്തവത്തിൽ ഈ JPC-യുടെ റിപ്പോർട്ട് വായിച്ചു, തുടർന്ന് പാർലമെന്റ് അംഗീകരിച്ച ഭേദഗതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സെക്ഷൻ 2A എന്ന് പറയുന്ന ഇൻസേർഷൻ ആ ഇൻസേർഷൻ വാസ്തവത്തിൽ ഈ മുൻപത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വഴി തുറക്കും. ഒരുപക്ഷെ ലിറ്റിഗേഷൻസ് ഓപ്പൺ ചെയ്യപ്പെട്ടേക്കാം, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ വഖഫ് നിയമത്തിൽ ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥകൾക്കപ്പുറത്ത് ഈ സെക്ഷൻ 2A നടത്തിയിരിക്കുന്ന ആ ഇൻസേർഷൻ കൂട്ടിച്ചേർക്കൽ അത് മുൻപത്തെ പ്രശ്ന പരിഹാരത്തിന് വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിലെ ഏതെങ്കിലും ഒരു ജനസമൂഹം ആ നിയമം അവർക്ക് ഗുണകരമാകുന്നു കണ്ടാൽ പാർലമെന്റിലെ അംഗങ്ങളോട് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ്. കാരണം ജനാധിപത്യത്തിൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് അവിടുത്തെ ജനപ്രതിനിധികൾ. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ലേ? ഇവർക്ക് ഇങ്ങനെ ഈ പ്രാദേശിക വിഷയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നിടത്തൊരു വല്ലാത്തൊരു നിർബന്ധമുണ്ടായിരുന്നു. ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരാള് കൃത്യമായിട്ട് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിർദ്ദേശം ആഗോള കത്തോലിക്ക സഭ അതുപോലെ കണക്കിലെടുക്കുമോ, അങ്ങനെ ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങളുടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഒരു കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പാർട്ടിയോട് ഈ തരത്തിൽ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളൊരു ചോദ്യമില്ലേ അവിടെ? അവരുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. KCBC എന്താണ് ആവശ്യപ്പെട്ടത്? KCBC-യുടെ നേതൃത്വം ആവശ്യപ്പെട്ടത് ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വ്യവസ്ഥകൾ ഇപ്പോഴത്തെ വഖഫ് നിയമത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ്. അല്ലാതെ ഈ വഖഫ് നിയമ ഭേദഗതികളെ മുഴുവനായും പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഭരണഘടനാനുസൃതമല്ലാത്തത് അന്യായമായ വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒരൊറ്റ സംശയമാണ്, വഖഫ് ബിൽ എന്തായാലും പാസ്സാക്കപ്പെടും, അതിനുള്ള ഭൂരിപക്ഷം ഉണ്ട് ഭരിക്കുന്ന കക്ഷികൾക്ക് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? സ്വാഭാവികമായിട്ടും അത് കേരളത്തിലുള്ള MP-മാരെ എതിർത്താൽ പോലും അത് പാസ്സാകുമെന്ന് ഇവർക്കും അറിയാമായിരുന്നു, CPM-നും കോൺഗ്രസിനും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ അത് വ്യക്തമായിട്ട് അറിയുന്ന KCBC എന്തിന് അങ്ങനെ ഒരു ഫോർമുല കൊണ്ടുവന്നു? അതെന്ത് ഉദ്ദേശത്തിനായിരുന്നു? അല്ല, ഞങ്ങൾ ഉയർത്തിയ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ വാസ്തവത്തിൽ അത് നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ്.
അത് ഭരണഘടന ഉറപ്പു നൽകുന്ന ചില അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. എന്തായാലും കോൺഗ്രസ് എംപിമാർ എതിർത്താലും ഈ ബില്ല് പാസ്സാക്കും ആ സമ്മർദ്ദം എന്തിനുണ്ടാക്കി എന്നാണ് ചോദിച്ചത്. ആ സമ്മർദ്ദം പുറത്തേക്ക് കൊടുത്തൊരു സന്ദേശമുണ്ട്, അതെന്തിനായിരുന്നു? ഇതിപ്പം പക്ഷെ ഒരു വിഷയത്തിലുള്ള ഒരു ധാർമ്മികമായ വിഷയത്തിൽ നിലപാട് രേഖപ്പെടുത്തേണ്ട ജനപ്രതിനിധികളുടെ അവകാശം, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പ്രകടിപ്പിക്കാൻ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അത് സ്വീകരിക്കാതിരിക്കാം, അത് മറ്റൊരു വിഷയം. ഓക്കെ, ശരി. റെജി ലൂക്കോസ്, അതിനുള്ള മറുപടി താങ്കളുടെ ഭാഗത്ത് നമുക്ക് ഏകദേശം ഏത് തരത്തിൽ ആയിരിക്കും ഇനി മുനമ്പത്തുള്ള അനുമോദന സമ്മേളനം എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി തന്നെ വരുന്ന സാഹചര്യത്തിൽ. ഇപ്പോൾ കത്തോലിക്ക സഭ വ്യക്തമാക്കുകയും മുഴുവൻ വ്യക്തമാക്കാതെ പറയുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ അനുമോദന സമ്മേളനം ഒരു പ്രതിഷേധ സമ്മേളനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്, അത്യാവശ്യം വിവരം ഉണ്ടെങ്കിൽ എന്ന് ഞാൻ വിവരം എന്ന് പറയുന്നത് അവിടുത്തെ സമരക്കാരല്ല, അത് അവിടുത്തെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് വിവരമുള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഞാൻ 2 ഉദാഹരണം പറയാം, അതിന് സംസാരിക്കാൻ അവസരം തരണം, പെട്ടെന്ന് പറയാം. ഡെസ്മണ്ട് ടുറ്റു എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്കൻ. അദ്ദേഹം നെൽസൺ മണ്ടേലയ്ക്കൊപ്പം ഇത് അധിനിവേശക്കാർക്കെതിരെ, അതായത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ, വെള്ളക്കാർക്കെതിരെ സമരം ചെയ്ത് നോബൽ പ്രൈസ് നേടിയ ഒരു മഹാനായ വ്യക്തിത്വമാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയും അവിടെ രൂപീകരിച്ചിട്ടില്ല. ഇനി സാക്ഷാൽ ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വന്തം നാടായ അർജന്റീനയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാത്തലിക് കമ്മ്യൂണിറ്റി അട്രോസിറ്റിയിൽ നേരിട്ട ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്ന് അർജന്റീനയാണ്. അർജന്റീനയിലെ കത്തോലിക്ക സമൂഹത്തിനെതിരെ അവിടുത്തെ ഭൂപ്രഭുക്കന്മാരും അവിടുത്തെ കൊള്ളക്കാരും നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കത്തോലിക്ക ബിഷപ്പ് അച്ഛന്മാരും കന്യാസ്ത്രീകളും തോക്ക് കയ്യിലെന്തിക്കൊണ്ടാണ് അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ഇപ്പൊ അത് കുറവുണ്ട്. ഞാൻ അർജന്റീന സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അവിടെയും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ല, അവര് അസമത്വത്തിനെതിരെ പോരാടുകയത്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ മുനമ്പം വിഷയത്തെ ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ രീതിയിലുള്ള നേട്ടം BJP ഉണ്ടോ എന്ന് ചോദിച്ചാൽ അർജന്റീനയോ സൗത്ത് ആഫ്രിക്കയോ ഒന്നും അല്ല കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഭീഷണിയും കേരളത്തിൽ നേരിടാത്തതിന്റെ കാരണം എന്താ അറിയോ? കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മതേതരത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന 2 പ്രമുഖ മുന്നണികളുണ്ട്. അത് UDF-ഉം LDF-ഉം. പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ LDF ഉയർത്തുന്ന ഒരു വലിയ സംരക്ഷണ കോട്ടയുണ്ട്. അത് തകർത്ത് ഉത്തരേന്ത്യയിലെ പോലെയുള്ള എന്താ പറയുക, ഈ പറയുന്ന RSSന്റെയും BJP-ന്റെയും പ്രഖ്യാപിതമായ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പ്രേക്ഷകർ അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ ഒരു പോൾ ചോദിക്കുമ്പോൾ മുനമ്പം BJP-ക്ക് വോട്ട് കൂട്ടുമ്പോൾ 68% പ്രേക്ഷകരും അതെ, 30% പ്രേക്ഷകരാണ്. അല്ല, അത് നമുക്ക് അത് ആപേക്ഷികമാണ്, അത് ഇതല്ലായിരിക്കും അതിന്റെ ഒരു തീരുമാനം. പക്ഷേ എങ്കിൽ പോലും ഏതായാലും മുനമ്പത്തെ പ്രശ്നം പരിഹാരം നീട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം ഇടതുപക്ഷത്തിന് നേരെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പലതരം സമ്മർദ്ദങ്ങളിൽ പെട്ട് നിസ്സഹായാവസ്ഥയിലായി കോൺഗ്രസ് എന്ന ആരോപണം അവർക്കും നേരെ. ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഈ പോൾ അങ്ങനെ തള്ളിക്കളയും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും വാർത്തയിലേക്ക് വരാൻ കഴിയാത്തത്. വളരെ നന്ദി റെജി ലൂക്കോസ്, റോണിക്ക് ബേബി, ജിജി ജോസഫ്, ഒപ്പം ശ്രീ ജോസഫ് ചൂട് ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നത്. പൂർണ്ണമാകുന്നു പറയേണ്ടി.